വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ തൊക്കെയാണ് അങ്ങ് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ ധ്യാനിക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അങ്ങോട്ട് ചേർന്ന് നടക്കുവാൻ, ജീവിപ്പാൻ മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം പരിശുദ്ധാത്മ നിറവിൽ ഘോഷിപ്പാൻ ബലഹീന നടീനെ അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിച്ച് കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ ആത്മീയമായ ഉണർവുണ്ടാക്കി നിന്നോട് ചേർന്ന് ജീവിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ മുഖാന്തരം ഒരുക്കണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 51 സങ്കീർത്തനം 17 തിരുവചനം, സാംസ് 51 വേഴ്സ് 17. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാകുന്നു, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. താല്പര്യ സഹോദരങ്ങളെ, പ്രാർത്ഥനാ ജീവിതമുള്ള നമ്മളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളിൽ പലപ്പോഴും വേദനയുടെയും അല്ലെങ്കിൽ പല തരങ്ങളിലുള്ള പ്രയാസങ്ങളുടെയും ഒക്കെയും ശബ്ദം ആയിരിക്കും ദൈവത്തിലേക്ക് ഉയരുന്നത്. ജീവിതത്തിൽ പലപ്പോഴും പലതും നഷ്ടപ്പെടുമ്പോൾ, വേദനകൾ നേരിടുമ്പോൾ, പ്രതിസന്ധികളാകുമ്പോൾ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുമ്പോൾ ഒക്കെയും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകാറുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഭാരത്തോടുകൂടി ഈ വിഷയങ്ങളൊക്കെ നാം പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നാം ഈ വായിച്ച തിരുവചനം, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന് എഴുതിയിരിക്കുന്ന ഈ വചനം നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം ഒരുപക്ഷെ ആ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാകാം നാം ഓരോരുത്തരും. തകർന്നിരിക്കുന്ന മനസ്സോടുകൂടി ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ കടന്നു വന്നിരിക്കുന്നു, എൻ്റെ സങ്കടങ്ങൾ അങ്ങ് കാണണമേ എന്നൊരു പക്ഷേ നാം പ്രാർത്ഥിക്കുമായിരിക്കും. എന്നാൽ 51 സങ്കീർത്തനത്തിൻ്റെ സാഹചര്യങ്ങൾ നാം പഠിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ഈ പ്രാർത്ഥന ദാവീദിൽ നിന്ന് ഉയരുവാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്? നമുക്കറിയാം, ഇസ്രയേലിൻ്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്ത ദാവീദ് ഒരു ബാലനായിരിക്കെ, ഇടയച്ചെറുക്കനായിരിക്കെ അവിടെ നിന്നുമാണ് ദൈവം അവനെ വിളിച്ച് അഭിഷേകം ചെയ്യുന്നത്. ഇസ്രയേലിൻ്റെ 2ാമത്തെ രാജാവ് എന്ന് പറയുമ്പോൾ ഒരു വലിയ അധികാരം ദാവീദിന് ദൈവം നൽകുകയാണ്. ദൈവത്തോടവൻ ചേർന്ന് ജീവിക്കുന്നതായിട്ട്, തൻ്റെ രാജ്യഭരണം ആരംഭിച്ചപ്പോൾ ഏറെ പ്രതിസന്ധിയിലൂടെ രാജാവായി അഭിഷേകം ചെയ്തിട്ടും ആ കൊട്ടാരത്തിലോ രാജധാനിയിലോ ആ സിംഹാസനത്തിലോ ഇരിക്കുവാൻ കഴിയാതെ നീണ്ട വർഷങ്ങൾ ദാവീദ് ചെലവഴിക്കേണ്ടി വന്നു. മരണഭയം കൊണ്ട് അവൻ ഓടേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നു. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദാവീദിനെ പ്രാപ്തനാക്കി. എന്നാൽ രാജാവായതിനു ശേഷം തൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, പാപത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആ പാപം ദൈവത്തിൽ നിന്ന് അവനെ അകറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. കാരണം വിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദാവീദ് അത് മറച്ചു വെച്ച് സാധാരണ ജീവിതം നയിക്കുന്ന പോലെ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവം തൻ്റെ പ്രവാചകൻ നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കലേക്ക് അയക്കുന്നത്. പ്രവാചകൻ ദാവീദിനോട് അത് നീ തന്നെ എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ അവൻ മനസ്സിലാക്കി. ദൈവത്തിൽ നിന്ന് അവനെ അകറ്റിക്കളഞ്ഞ പാപബോധം അവനുണ്ടായി. ആ ഒരു സന്ദർഭത്തിൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം, ദാവീദിൻ്റെ അനുതാപ സങ്കീർത്തനം. അവിടെ 2ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു.
എന്ന് തുടങ്ങുന്ന ഈ സങ്കീർത്തനം അതിൻ്റെ അവസാന ഭാഗത്താണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാകുന്നു. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അപ്പോൾ ഇപ്രകാരം അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നത് വ്യക്തമാണ്. ദൈവത്തിനെതിരെ അവൻ പാപം ചെയ്തു പോയി, ദൈവത്തെ ദുഃഖിപ്പിച്ചു, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആ ഒരു വലിയ ദുഃഖഭാരത്തോടു കൂടിയാണ് ദാവീദ് ഇവിടെ ഇത് പ്രാർത്ഥിക്കുന്നത്. പാപബോധത്തോടു കൂടി, ദൈവത്തിന് എതിരായി, മനുഷ്യൻ എതിരായി ചെയ്ത പാപമാണെങ്കിൽ പോലും ദൈവത്തിനെതിരായാണ് അവൻ പാപം ചെയ്തിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ ദാവീദ് ഇത് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്ന മുഖാന്തരമായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇത്രയധികം വലിയ പാപങ്ങൾ ചെയ്ത ദാവീദ് എന്ന് പറയുമ്പോൾ വ്യഭിചാരം ചെയ്തു, വഞ്ചനയിൽ അവളുടെ ഭർത്താവിനെ കൊല ചെയ്തു, മറച്ചു വെച്ച് ആരും അറിയുന്നില്ല എന്ന ചിന്തയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കിലേക്ക് ദൈവം അയക്കുന്നത്. അപ്പോൾ അവൻ ചെയ്ത പാപത്തെക്കുറിച്ചുള്ള അനുതാപം ദാവീദിനുണ്ടാകുകയും ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യാണ്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല. യാഗങ്ങൾ അർപ്പിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിരുന്നു. പഴയ നിയമത്തിൽ പലതരങ്ങളിലുള്ള യാഗങ്ങളെക്കുറിച്ച് ദൈവം തന്നെ കൽപ്പിച്ചിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ദാവീദ് പറയുകയാണ്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. തകർന്നും ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. അപ്പോൾ ഹനനയാഗമോ ഹോമയാഗമോ ഈ അവസരത്തിൽ ചെയ്താൽ നീ പ്രസാദിക്കുകയില്ല. പിന്നെയോ നിനക്ക് ഏറ്റവും പ്രസാദകരമാകുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാകുന്നു. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അനുതാപത്തോടുകൂടി, പാപബോധത്തോടുകൂടി ദൈവത്തോട് ചെയ്ത പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന യാഗങ്ങളെക്കാൾ വലുതാണെന്ന് ദാവീദ് മനസ്സിലാക്കി ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാൻ തൊക്കണം കഴിയുന്നത്. പലപ്പോഴും ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ തൊക്കണം കഴിയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് നാം ചെയ്ത നന്മകളും നീതിപ്രവർത്തികളുമാണ് ദൈവത്തോട് പറയുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ തൊക്കണം കഴിയില്ല. മറിച്ച് നാം പാപിയാണെന്നുള്ളൊരു ബോധം, ദൈവം നീതിമാനും ദൈവം സത്യവാനുമാണ്. ദൈവത്തിൻ്റെ സന്നിധി നാം കടന്നു വരുമ്പോൾ നാം ബലഹീനരാണ്, കുറവുള്ളവരാണ്. ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ അനുതാപത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ദാവീദിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ദാവീദിൻ്റെ ഈ പ്രാർത്ഥന, അനുതാപ പ്രാർത്ഥന, അവനെ ആ പാപബോധത്തോടു കൂടിയുള്ള പ്രാർത്ഥന, അതിൽ നിന്നൊരു പുതിയ മനുഷ്യനായി അവൻ എഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് വംശത്തിലൂടെ യേശു ജനിക്കുവാൻ ദാവീദിൻ്റെ ഈ അനുതാപ പ്രാർത്ഥനയാണ് മുഖാന്തരമായി തീരുന്നത്. അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ഈ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പാപങ്ങളും കുറവുകളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് കണ്ടെത്തി അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കൊണ്ട് നമുക്ക് കഴിയുന്നതെന്ന് ദാവീദിൻ്റെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരത്തെ ഉളവാക്കുന്നു. അത് ഖേദം വരുത്തുന്നില്ല. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരത്തെ ഉളവാക്കുന്നു. ഇപ്പോൾ രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ, മാനസാന്തരം എന്ന് പറയുമ്പോൾ മനസ്സിന് വരുന്ന മാറ്റം, തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ആ ഒരു വലിയ മാറ്റത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ് രക്ഷയുടെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്. ഒരുവൻ
ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന, ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ, അനുദിന ജീവിതയാത്രയിൽ വന്നു പോകുന്ന തെറ്റുകളെ ഓർത്ത് അനുദപിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം വളരെ വ്യക്തമായി ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ അപ്രകാരമുള്ളൊരു പ്രാർത്ഥന, വാസ്തവമായും അവൻ അനുദപിച്ച്, ചെയ്തുപോയ പാപത്തെക്കുറിച്ച് അനുദപിച്ച് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപബോധത്തോടുകൂടി കടന്നു വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതായിട്ട് നാം കാണുകയാണ്. 51-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, 7 മുതലുള്ള തിരുവചനം: ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ, നീ ഒടിച്ച അസ്ഥികളിൽ ഉല്ലസിക്കട്ടെ, എൻ്റെ പാപങ്ങൾ കാണാതിരിക്കത്തക്കവണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു കളയണമേ. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പാപത്തിൻ്റെ ഹൃദയമുള്ളവനാണ്, അത് മാറ്റി നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന് മാത്രം സാധ്യമാകുന്നൊരു കാര്യമാണ്. ആ പ്രാർത്ഥന, അനുതാപത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ദാവീദിന് അനുഗ്രഹങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഇന്നും ദാവീദ് പുത്രൻ എന്ന് വിളിക്കുന്ന വലിയ പദവിയിൽ ദാവീദ് എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധ്യമായത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. മറിച്ച് നാം പാപം ബോധമില്ലാതെ അല്ലെങ്കിൽ ചെയ്തു പോയ പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നാൽ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയില്ല എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തൻ്റെ ലംഘനങ്ങൾ മൂടിവെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തൻ്റെ ലംഘനങ്ങൾ മൂടിവെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകില്ല. ലംഘനങ്ങൾ, പാപങ്ങൾ മൂടിവെക്കുക എന്ന് പറയുമ്പോൾ അറിയാം, പക്ഷേ അതാരും കാണരുതെന്ന് കരുതി അത് പൊതിഞ്ഞു വെക്കുകയാണ്. ചെയ്ത തെറ്റുകളെക്കുറിച്ച് അനുതാപമില്ലാതെ, പാപബോധമില്ലാതെ, മറ്റാരും അറിയുന്നില്ല എന്ന ധാരണയിൽ മുമ്പോട്ട് പോകുന്ന അവസ്ഥയാണ് പാപങ്ങൾ അല്ലെങ്കിൽ ലംഘനങ്ങൾ മൂടിവെക്കുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യന് ഇവിടെ പറയുകയാണ് ഐശ്വര്യമുണ്ടാകില്ല, അനുഗ്രഹമുണ്ടാകില്ല. അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ അവന് കഴിയുകയില്ല. മറിച്ച് അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പോൾ ദൈവം കരുണാസമ്പന്നനാണ്. ദൈവം നാം എത്ര വലിയ പാപം ചെയ്താലും, എത്രയധികം പാപം ചെയ്താലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് പാപബോധത്തോടെ ആ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അവൻ ക്ഷമിക്കും. നമ്മെ അവൻ അത്രയധികം കരുണയുള്ളവനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ ജീവിതം നമുക്കറിയാം. തൻ്റെ സന്നിധിയിൽ പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, വിചാരിയായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി പരീശന്മാർ വരികയാണ്. യേശു അവളെ കുറ്റം വിധിക്കുന്നില്ല. ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. കാരണം അവളുടെ അനുതാപത്തോടുകൂടിയുള്ള ആ സാഹചര്യത്തെ മനസ്സിലാക്കി കർത്താവ് അവൾക്ക് പാപമോചനം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം വരുമ്പോൾ നാം ദൈവം മഹാപരിശുദ്ധനാണ് എന്നും നമ്മുടെ ഹൃദയങ്ങളെയും ഹൃദയവിചാരങ്ങളെയും പോലും അറിയുന്നൊരു ദൈവമാണെന്നുള്ളൊരു ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം. നാം എല്ലാ ആഴ്ചകളിലും ദേവാലയങ്ങളിൽ പോയി ദൈവത്തിൻ്റെ സന്നിധി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അതൊരു ചടങ്ങായി മാറുന്നതിന് പകരം അനുതാപ ഹൃദയത്തോടെ, പാപബോധത്തോടെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധി നിരപ്പ് പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് വരുമ്പോഴാണ് ആ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമായി തീരുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്: ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഇവിടെ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ആകുന്ന ഒരു ഉപമ കർത്താവ് പറയുമ്പോൾ രണ്ട് മനുഷ്യരെക്കുറിച്ച് രണ്ട് മനുഷ്യരെ നാം കാണുകയാണ്. രണ്ടുപേരും യഹൂദന്മാരാണ്.
രണ്ടുപേരും യഹൂദ ദേവാലയത്തിലേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കുന്നവരാണ്. രണ്ടുപേരും പ്രാർത്ഥിക്കുവാനായിട്ടാണ് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്നാൽ ഈ രണ്ടുപേരുടെ പ്രാർത്ഥനകൾ നാം ശ്രദ്ധിച്ചാൽ രണ്ട് വ്യത്യസ്തമായ പ്രാർത്ഥനകളാണ് ഈ രണ്ട് വ്യക്തികളിൽ നിന്നും ദൈവത്തിലേക്ക് ഉയരുന്നത്. ആദ്യം നാം ഇവിടെ കാണുന്നു പരീശനായ മനുഷ്യൻ. അവൻ്റെ പ്രാർത്ഥന 11-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്. പരീശൻ നിന്നുകൊണ്ട് തന്നെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാത്തതിനാൽ നിന്നെ ഞാൻ വാഴ്ത്തുന്നു. അപ്പോൾ അവൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. അവൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രാർത്ഥന. മാത്രമല്ല, ഈ ദേവാലയത്തിൽ എൻ്റെ പുറയിൽ പ്രാർത്ഥിക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെയല്ല എന്ന് പറയുമ്പോൾ, ചുങ്കക്കാരൻ എന്ന ജോലി അന്നത്തെ സാഹചര്യത്തിൽ യഹൂദന്മാർ ഏറ്റവും നിന്ദയായി കണ്ടിരുന്നൊരു ജോലിയാണ്. കാരണം യഹൂദന്മാരിൽ നിന്ന് ചുങ്കം പിരിച്ച് റോമൻ ഭരണാധികാരികൾക്ക് നൽകുന്ന ചുമതലയാണ് ചുങ്കക്കാർക്കുണ്ടായിരുന്നത്. അത് യഹൂദന്മാരിൽ നിന്ന് തന്നെയാണ് ഈ ചുങ്കക്കാരെ റോമൻ ഭരണം ആ ചുമതല ഏൽപ്പിക്കുന്നത്. കാരണം ഓരോ യഹൂദനെക്കുറിച്ചും വ്യക്തമായി അറിയാവുന്ന ചുങ്കക്കാർ അവരിൽ നിന്ന് പിരിക്കുക മാത്രമല്ല, അന്യായമായി പിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചുങ്കക്കാരെ അന്ന് യഹൂദന്മാരേറെ വെറുത്തിരുന്നു. അവർ പാപികളെന്ന് മുദ്ര വെച്ചിരുന്നു. അതുകൊണ്ട് ഈ പരീശൻ നിന്ന് പ്രാർത്ഥിക്കണം: ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാത്തതിനാൽ നിന്നെ വാഴ്ത്തുന്നു. എന്നിട്ട് തുടർന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്: ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, എനിക്ക് ലഭിക്കുന്ന എല്ലാറ്റിലും ദശാംശം കൊടുക്കുന്നു. അവൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നിൻ്റെ സന്നിധി ഞാൻ 2 പ്രാവശ്യം ഉപവസിക്കുകയാണ് ആഴ്ചയിൽ. കിട്ടുന്നതിൻ്റെ എല്ലാം ദശാംശം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്നുണ്ട് എന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ്റെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും തെറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതായോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടോ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. സ്വയം നീതീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അവൻ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവത്തിന് പ്രസാദകരമാണ്. അപ്പോൾ അതിനൊരു സർട്ടിഫിക്കറ്റ് എന്ന രീതിയിൽ ലഭിക്കുവാൻ തക്കോണം കടന്നു വന്നൊരു പ്രാർത്ഥന ഇവിടെ ഈ പരീശനിൽ നിന്ന് ഉയരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മറിച്ച് ചുങ്കക്കാരനായ വ്യക്തി, അവൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? അവൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവമായും അനുതാപത്തോടു കൂടിയുള്ളൊരു പ്രാർത്ഥന ഇവിടെ നമുക്ക് ഈ ചുങ്കക്കാരനിൽ നിന്ന് അവൻ്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. രണ്ടുപേരും വന്നതൊരു ദേവാലയത്തിൽ, ഒരാൾ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, മറ്റേയാൾ പിറകിൽ നിന്നുകൊണ്ട്. സ്വർഗത്തിലേക്ക് പോലും തുനിയുവാൻ അവന് ശക്തിയില്ല. അവൻ്റെ പാപബോധം, അനുതാപം, അവന് ദൈവത്തെ നോക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവൻ മാറത്തടിച്ച് ചെയ്തുപോയ പാപത്തെക്കുറിച്ച് ഓർത്തനുദപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. കരുണാസമ്പന്നനാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ഇവനാണ് മറ്റവനേക്കാൾ അധികം നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയത്. ഇവൻ ചുങ്കക്കാരനായിരിക്കുന്നവൻ, അവൻ തെറ്റുകൾ ചെയ്തു, അവൻ അന്യായമായി നികുതി പിരിച്ചതൊക്കെയും ശരിയാണ്. പക്ഷേ അവൻ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള അനുതാപം, ആ പാപബോധം, ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, സ്വയം ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയുള്ളതാണ്? നാം അനേക നന്മകൾ അനേകർക്ക് ചെയ്യുന്നവരാകാം, നന്മകളും അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് നാം ചെയ്യുന്നവരാകാം, നാം ദേവാലയത്തിന് കൊടുക്കുന്നവരാകാം. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ തെറ്റുകൾ എന്നുള്ളത്, കുറവുകൾ എന്നുള്ളത് സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കോണം കഴിയുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 8ഉം 9ഉം തിരുവചനം വായിക്കുമ്പോൾ നാം ഇപ്രകാരം വായിക്കുകയാണ്: നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതായി. നമുക്ക് പാപമില്ല, ഒരു പാപബോധം നമുക്കില്ല എങ്കിൽ നാം പാപമില്ല എന്ന് ചിന്തിക്കുന്നുകൊണ്ടാകാം ഒരുപക്ഷെ പാപബോധം നമുക്കില്ലാത്തത്.
അപ്പോൾ പറയുകയാണ്, പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയുടെയും പാപം കർത്താവ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇനിയും പാപം ചെയ്യരുത്, അല്ലെങ്കിൽ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്നല്ലാതെ നീ ഇന്ന തെറ്റ് ചെയ്തില്ലേ, നീ ഇന്ന പാപം ചെയ്തില്ലേ എന്നൊരിക്കലും കർത്താവ് ആരോടും ചോദിച്ചിട്ടില്ല. അവരുടെ പാപങ്ങൾ മോചിച്ചവരെ അയക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ എന്നൊക്കെ കഴിയും. മറിച്ച് പരീശന്മാർ കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, വെള്ള തേച്ച ശവക്കല്ലറുകൾ പോലെയാണ് നിങ്ങൾ. കാരണം അവർ സ്വയം നീതീകരിക്കപ്പെട്ട് അവർ സ്വയം പ്രശംസിച്ചുകൊണ്ടാണ് പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നീതീകരണവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഒരിക്കലും പ്രാർത്ഥിക്കാൻ പോകരുത്. കാരണം നമ്മുടെ മനുഷ്യ ജീവിതം പാപസഹജമാണ്. നാം അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവ കണ്ടെത്തി അനുതപിച്ച് അതേറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ നിരപ്പ് പ്രാപിക്കേണ്ട പ്രാർത്ഥനകളാണ് നമ്മളിൽ നിന്ന് ഉയരേണ്ടതെന്ന് ഇവിടെ ഈ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് 10-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഇല്ല. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആരെയാണ്? ദൈവത്തെ സത്യവാദിയാക്കുന്നു. അവൻ്റെ വചനം നമ്മിലില്ല എന്നിവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനകൾ ഒരു ഉപമയായി കർത്താവ് പഠിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ? ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയമെന്ന് പറയുമ്പോൾ നാം ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് ഓർത്തനുദപിച്ച് പാപമോചനത്തിനായി ദൈവത്തിൻ്റെ സന്നിധി കടന്നു വരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കൊണ്ട് നമുക്ക് കഴിയുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ബലി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നാം സംബന്ധിക്കുമ്പോൾ തന്നെ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അയോഗ്യമായി ഇത് ഭക്ഷിക്കുന്നവൻ അവനൊരു പക്ഷേ രോഗി പോലും ആയി തീരുമെന്ന്. അയോഗ്യമായ കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്നവൻ രോഗിയായി തീരും എന്ന് പറയുമ്പോൾ, യോഗ്യതയില്ലാതെ എന്ന് പറഞ്ഞാൽ അനുതാപമില്ലാതെ കുറവുകളെ ഏറ്റുപറയാതെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നാം അനുഭവിച്ചാൽ നാം ഇതിന് ശിക്ഷാർഹരാണ്, കുറ്റക്കാരാണ്. പലപ്പോഴും നാം വിശുദ്ധ ബലികളിൽ പോലും സംബന്ധിക്കുമ്പോൾ, ആരാധനകളിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന നാം എടുക്കുമ്പോൾ എങ്ങനെയുള്ള മനസ്സോടുകൂടിയാണ്? അനുതാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? കുറവുകൾ ഏറ്റുപറയുവാൻ നമുക്ക് കഴിയാറുണ്ടോ? ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് കടന്നു വന്ന് കർത്താവിൻ്റെ തിരുശരീര രക്തം നാം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇവിടെ നാം വായിച്ച കുറിവാക്യത്തിൽ ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാകുന്നു. ഒരു യാഗത്തേക്കാൾ അധികമായി ദൈവം മാനിക്കുന്നൊരു കാര്യമാണ് തകർന്ന മനസ്സ്, നുറുങ്ങിയിരിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ പാപബോധത്തോടുകൂടിയുള്ള ഒരു സാഹചര്യം. പാപബോധം, ദൈവത്തിൻ്റെ സന്നിധി ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള അനുതാപം ദൈവം വളരെ വിലമതിക്കുന്നുണ്ട്. കാരണം വിശുദ്ധനാകുന്ന ദൈവമാണ്. ആ വിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ അശുദ്ധരാകുന്ന നമുക്ക് കഴിയുന്നത് നമ്മുടെ അനുതാപത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ ഒന്ന് മാത്രമാണ്. ആ പ്രാർത്ഥന ദൈവം വിലമതിക്കുക മാത്രമല്ല അനുഗ്രഹിക്കും. ഇവിടെ ദാവീദ് അതാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാകുന്നു, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരുശലേമിൻ്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിൻ്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അനുതാപത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ നമ്മളിൽ നിന്ന് വരുമ്പോഴാണ്. തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെയും തകർന്ന മനസ്സോടെയും എന്തിന് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് നമുക്ക് സങ്കടപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധി വരാം. നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കടം, സ്നേഹം ലഭിക്കാത്തതിനെക്കുറിച്ചുള്ള സങ്കടം, മറ്റുള്ളവർ കരുതാത്തതിനെക്കുറിച്ചുള്ള സങ്കടം,
മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പരിഹസിച്ചും അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചും സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ, ഇതൊക്കെയും സങ്കടങ്ങൾ ഉണ്ടാക്കാവുന്ന സാഹചര്യം. എന്നാൽ ഇതിനേക്കാൾ ദൈവം വിലമതിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നുപോയ വീഴ്ചകൾ, പാപങ്ങൾ, കുറവുകൾ അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന തകർന്ന മനസ്സും നുറുങ്ങിയൊരു ഹൃദയവും അതാണ് ദൈവം മാനിക്കുന്നതെന്ന് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ, ആത്മീയ ജീവിതത്തിൽ അപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഈ കേട്ട വചനം നമ്മെ അനുഗ്രഹിക്കട്ടെ. തകർന്നു നുറുങ്ങിയൊരു ഹൃദയവും മനസ്സുമായി ദൈവത്തിൻ്റെ സന്നിധി കടന്നുവെന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ ബലികളിൽ സംബന്ധിച്ച് കർത്താവിൻ്റെ തിരുശരീരങ്ങൾ ഭക്ഷിച്ച് അനുഭവിച്ച് അനുഗ്രഹത്തോടുകൂടി പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.